ആടുജീവിതം ദ ഗോഡ് ലൈഫ് ഇന്ന് റിലീസായി. മലയാളികളുടെ ആടുജീവിതം എന്നാണ് ഈ സിനിമയെ എനിക്ക് പറയാൻ ഇഷ്ടം. സീരിയസ്ലി പറയുവാണ്, രണ്ടർത്ഥം കൊണ്ടാണ് പറഞ്ഞത്. ഒന്ന്, ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഇപ്പം നജീബ് എന്നൊരു ക്യാരക്ടർ ആദ്യം ബെന്യാമിൻ എഴുതി, ബ്ലസ്സി സാർ അത് സ്ക്രിപ്റ്റ് ആക്കി സിനിമയ്ക്ക് വേണ്ടി, പിന്നെ അത് പൃഥ്വിരാജ് അഭിനയിച്ചു. അവസാനം ഇത് കാണുമ്പോഴത്തേക്ക് ഇവരിലൊക്കെ ഇങ്ങനെ ഇവോൾവ് ആയി വന്നാൽ പോലും നമുക്കും ആ ഒരു ഫീൽ, അതായത് നജീബ് അനുഭവിച്ചത് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ അതിലുപരി നമ്മളവിടെ അനുഭവിക്കുന്നു എന്നൊരു ഫീല് നൽകാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, അതായത് ഇത് മലയാളത്തിൻ്റെ സിനിമയാണെന്നുള്ളത്. ലോകത്തെവിടെ കൊണ്ടും നമുക്ക് പ്രീമിയർ ചെയ്യാൻ പറ്റുന്ന, സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം. ഒരു തർക്കവുമില്ല. ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്. വിഷ്വലൊക്കെ വേറെ ലെവല്. VFX, മ്യൂസിക്കും. AR റഹ്മാനൊക്കെ ഞാൻ കരുതിയത് പുള്ളിയുടെ ഒക്കെ കാലം കഴിഞ്ഞെന്നാണ്. കാരണം അവസാനത്തെ വർക്കൊക്കെ ഭയങ്കര ആവറേജ്, അല്ലെ പുള്ളിയെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ്. ഇതിലൊരൊറ്റ പോർഷന് മാത്രമാണ് എനിക്കത് തോന്നിയത്. പൃഥ്വിരാജ് ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ഓർക്കുമ്പോൾ വെള്ളത്തിലേക്ക് ഒരു പാലത്തിൻ്റെ മണ്ടേന്ന് ചാടുന്ന പോലത്തെ ഒരു ഇതുണ്ട്. അവിടെ ഒരു BGM വരുന്നത് കറക്റ്റ് പൊന്നിയിൻ സെൽവനിലും പുള്ളിയുടെ പഴയ വർക്കിലൊക്കെ ഇട്ടതൊരു സാധനം തോന്നി. ബാക്കി വർക്കിൽ BGMഉം സോങ്സും ഒക്കെ നല്ലതായിരുന്നു. 3-4 പാട്ടുകളുണ്ട്, എല്ലാ പാട്ടും നല്ലതായിരുന്നു. ഫ്ലാഷ് ബാക്കിൽ പൃഥ്വിരാജിൻ്റെ അമലാപോളിന് റൊമാൻസ് കാണിക്കുന്ന സോങ്ങൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടുകൊണ്ടിരുന്നപ്പോഴും. പിന്നെ അങ്ങനെ എല്ലാം തന്നെ ടെക്നിക്കലി സൂപ്പർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബ്ലസ്സി സാറ് നല്ല അടിപൊളിയായിട്ട് അതിനെ മേക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത്ര നാളിന് ശേഷം വരുന്ന സിനിമയാണ് എന്നിട്ട് പോലും ഒട്ടും ഔട്ട്ഡേറ്റഡ് ഒന്നും ആയിട്ടില്ല. സൂപ്പർ സ്ക്രിപ്റ്റ്, ഒരു ഡീസൻറ്റ് സ്ക്രിപ്റ്റാണ്. ഭയങ്കര അടിപൊളിയൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്. എല്ലാ മലയാളികളും അല്ലെങ്കിൽ എല്ലാവരും പറ്റുന്നവരൊക്കെ കാണേണ്ട സിനിമയാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഇവിടെയായിട്ടൊക്കെ ലാഗ് അനുഭവപ്പെട്ടു. സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് എഴയുന്ന പോലെ തോന്നി. പക്ഷെ അതൊന്നും ഒരു മാറ്റർ അല്ല ഈ സിനിമയുടെ കുറ്റമല്ലേ കാണാതിരിക്കാനുള്ളത്. പിന്നെ അവസാനമായിട്ട് പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ പൃഥ്വിരാജ് ഒന്നും പറയാനില്ല. കരിയർ ബെസ്റ്റ് അവാർഡ്സൊക്കെ തൂക്കണമെന്നാണ് ആഗ്രഹം. അമലാപ്പോൾ ഒരു മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അവിടെ മാത്രമാണ് കളിയാക്കിയുള്ളത്. അത് അമലാപ്പോളിൻ്റെ ചില എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറിയിലും ഒക്കെയാണ് അത് വന്നത്. ബാക്കി ഇപ്പം കൂടെയുള്ള ഹക്കീമായാലും അല്ലെങ്കിൽ മറ്റേ ആഫ്രിക്കക്കാരനായാലും അറബ്സ് ആയാലും ഒക്കെ അടിപൊളി പെർഫോമൻസ്. ഇതിൽ 1-2 സീൻസ് ഉണ്ട്. ഉദാഹരണത്തിന് മറ്റേ ഡിസേർട്ട് സുനാമി, പിന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഷർട്ട് ഊരി ആ ബോഡി അദ്ദേഹം അവിടെ അനുഭവിച്ച ആ ഒരൊറ്റ ഒരു ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. അതൊന്നും പറയാനില്ല. ആ ഒരൊറ്റ ഷോട്ടിൽ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് നമുക്ക് അതിനു മുമ്പേ തന്നെ വിസിബിളാണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ നമ്മൾക്ക് സത്യം പറയാൻ വിഷമം തോന്നിപ്പോവും. നജീബിനോടും പൃഥ്വിരാജിനോടും കൂടുതലൊന്നും ഡെക്കറേഷനൊന്നും ഇല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് മലയാളത്തിൻ്റെ സിനിമയെന്ന് പറഞ്ഞ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അപ്പം ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5 ആണ്.